ഇന്ന് ജൂൺ 24. ഇന്ന് ഞങ്ങളുടെ എതുക്കുട്ടന്റെ ബർത്ത്ഡേ ആണ് ട്ടാ. എതുക്കുട്ടൻ എന്ന് പറയുന്നത് എന്റെ ചേച്ചിയുടെ കൊച്ചാണ്. ലിയോമോനും ഇതും തമ്മിൽ 6 മാസം വ്യത്യാസമുള്ള ട്ടാ. അപ്പൊ ലിയോമോന്റെ ഒരു കുഞ്ഞു ചേട്ടയാണത്. എന്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ അവനെ കാണിച്ചിട്ടുണ്ട്. ഇവർക്ക് ചേട്ടന് എന്നോട് എന്ത് അസുഖം വന്നാലും ഒരുമിച്ചായിരിക്കും വന്നത്. അപ്പൊ അങ്ങനെ ഒരു അസുഖം വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ണൂട്ടി ഒരു ഷോർട്ട് ബ്ലഡ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അന്ന്. ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് വീട്ടിൽ പോയപ്പോൾ ഒരു കേക്കും വാങ്ങിയിട്ടായിരുന്നു പോയത്. പിന്നെ ഇന്ന് നമ്മുടെ മെസ്സിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവൻ അർജന്റീനയുടെ ജേഴ്സി ഇട്ടുകൊണ്ട് തന്നെ കേക്ക് കട്ടേൽപ്പിക്കണമെന്നുള്ളത്. അപ്പൊ പിന്നെ ഞാനും ലാലുമോനും കൂടി അവന് വേണ്ടിയുള്ള ജേഴ്സി മേടിക്കാൻ വേണ്ടി പോയി. ലാലുമോന് ഭയങ്കര നാണം ഇരുന്നിട്ട് വീഡിയോയിൽ വരാനായിട്ട്, ചിറ്റി എന്നെ കാണാൻ കൊള്ളത്തില്ല, ഞാൻ മുടി വെട്ടിയേക്കൊണ്ട് ബോറാണ് എന്നെ കാണാൻ എന്ന് പറഞ്ഞാൽ അവൻ വീഡിയോ എടുക്കാനൊന്നും വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇതുകൂട്ടിനുള്ള ഡ്രസ്സ് വാങ്ങി വന്നപ്പോഴത്തേക്കും വീട്ടിൽ കസിൻ ചേച്ചിയും ചേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചെറിയ രീതിയിലൊന്ന് വീട് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഞാൻ പിന്നെ ബർത്ത്ഡേ പാർട്ടി കിറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ബ്ലിങ്കിറ്റിൽ നിന്നാണ് വാങ്ങിയത്. എന്തോ 250 200 അതിന്റെ റേറ്റ്. പിന്നെ എനിക്ക് എന്റെ ഈ വീഡിയോ എന്റെ ചേച്ചിയുടെ കൊച്ചാനിട്ട് എടുത്തു തന്നത്. കുഞ്ഞുമാണ് അപ്പോൾ ഈ വീഡിയോ എടുത്തത്. ഓൾറെഡി എന്റെ ഫോണിന് ക്ലാരിറ്റി ഇല്ല. ഇപ്പൊ അവൾ എടുത്തു വന്നപ്പോഴത്തേക്കും ബ്ലർ ആയിട്ടാണ് ഈ വീഡിയോ ഇരിക്കണത്. പിന്നെ നമ്മുടെ ബർത്ത്ഡേക്കാരൻ ഇവിടെ മൂലക്ക് ഇരിപ്പുണ്ട്. അവൻ വീർപ്പിച്ച ബലൂൺ എല്ലാം പൊട്ടിച്ചുകൊണ്ടിരിക്കണായിരുന്നു ആ ഗ്യാപ്പിൽ കൂടെ. അവിടെ ഒരു ബ്ലൂ തീമിലാണ് ഞാൻ ആ പാർട്ടി കിറ്റ് വാങ്ങിയത്. നല്ല ഭംഗിയുണ്ടായിരുന്നത് കാണാൻ തന്നെ. പിന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തന്നെ. ഒപ്പം ചേച്ചിമാരും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ വരുമ്പോഴത്തേക്കും എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഇങ്ങനെ ചെയ്യണത് നല്ല രസമായിരിക്കും. അതൊരു മെമ്മറബിൾ മൊമെന്റും കൂടി ആയിരിക്കും. ഞാൻ ആലോചിക്കോട്ടെ, ഈ സംഭവങ്ങളൊക്കെ ഇവർക്ക് വലുതായാലും കാണാൻ പറ്റും. നമുക്കൊന്നും ഇങ്ങനത്തെ ഭാഗ്യം കിട്ടിയിട്ടില്ല. അപ്പൊ പിള്ളേർക്ക് അങ്ങനത്തെ ഒരു ഇത് കിട്ടണമെന്നുള്ള കൺസെപ്റ്റ് ഉണ്ട് എനിക്ക്. ആദ്യം നമ്മൾ ഇവിടെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചെങ്കിലും പിന്നീട് ചെയ്തു തന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ സ്ഥലം മാറ്റിയിട്ടാ. വേറെ ഒന്നല്ല, പിള്ളേരുള്ള വീടുകളിലെ അവസ്ഥ അറിയാലോ. മതില് നിറയെ കുത്തും വരെയും മതില് പൊളിച്ച് വെച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊരു ഭംഗി കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ അവിടുന്ന് സ്ഥലം മാറ്റി പിടിച്ച്. അങ്ങനെ ഞങ്ങൾ ഇവിടെയാണ് സെറ്റ് ചെയ്തതും. സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ടായിട്ട് അത് കാണാനായിട്ട് തന്നെ. വലിയ രീതിയിലൊന്നും നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇതേപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു പാർട്ടി കിറ്റ് വാങ്ങിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാട്ടാം. ഇതൊക്കെ കാണുമ്പോൾ പിള്ളേർക്ക് സന്തോഷമായിരിക്കുള്ളൂ. അതിൻ്റെ ഇടയിൽ ആ ഒരു ഫോട്ടോ കണ്ടത് ഇത് ഞങ്ങളുടെ എൻഗേജ്മെന്റിന്റെ സേവ് ദ ഡേറ്റ് ഫോട്ടോ ആയിരുന്നു കേട്ടോ. ഇതെനിക്ക് എൻ്റെ അനിയനും ഫ്രണ്ട്സും കൂടി ചെയ്ത് തന്ന ഗിഫ്റ്റ് ആയിരുന്നു. അപ്പൊ നമ്മുടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് കേക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എതുക്കട്ടെ കേക്ക് മുറിക്കണം കാണാം. കട്ട് ചെയ്തോ കട്ട് ചെയ്തോ. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday. അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് ഇതുകൂട്ടം കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല കരച്ചിലായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി കണ്ടപ്പോൾ ഒച്ചയും ബഹളമൊക്കെ ഇട്ട് അവൻ പേടിച്ചു പോയി. അതുകൊണ്ട് അവൻ കരച്ചിലായിരുന്നു. ഇതായിരുന്നു കേട്ടോ നമ്മുടെ കേക്കിന്റെ ഫോട്ടോ എടുക്കാൻ മറന്നുപോയി ഞാൻ ലാസ്റ്റ് കട്ട് ചെയ്ത്. അപ്പം ഞാൻ ഓർത്തത് തന്നെ ഓറിയോ ഫ്ലേവറിന്റെ ഒരു കേക്കായിരുന്നു കേട്ടോ വാങ്ങിച്ചത്. പിന്നെ അത് തന്നെ ഇതുകൂട്ടനെ ഇരുത്തിയിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ഇരുന്ന് നന്നായിരുന്നു. ഇവനാണെങ്കിൽ എൻ്റെ അടുത്ത് വരില്ല, അമ്മീൻ്റെ അടുത്ത് പോകട്ടാ. എന്നെ കാണുമ്പോഴത്തേക്ക് ഇവൻ കരയാൻ തുടങ്ങും. അതെന്താ കാര്യമൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ വീട്ടിലധികം അങ്ങനെ പോവാത്തോണ്ട് അങ്ങനെ പരിചയമില്ലാത്തോണ്ടാണോ അതോ അവിടെ ചെല്ലുമ്പോൾ ഇവന്റെ അപ്പനും അമ്മയൊക്കെ എന്റെ കൊച്ചിനാണ് എടുക്കണത്, അവരങ്ങനെ മൈൻഡ് ചെയ്യില്ല. അതോ അതിന്റെ ദേഷ്യമാണ് ഇവൻ എന്നോട് തീർക്കണമെന്ന് എനിക്കറിയില്ല കേട്ടാ. പിന്നെ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴുള്ള അവസ്ഥ ഇതാണ് കേട്ടാ. എന്റെ വായിൽ എപ്പോഴും ഇതെന്നുള്ള പേര് മാത്രമേ വരുള്ളൂ. ലിയോന്റെ പേര് ഞാൻ മറന്നേ പോകാൻ ടൈമില്. ഇതെന്നുള്ള പേര് ഞാനാണ് ഇട്ട് കൊടുത്തത്. ഇനി അതുകൊണ്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇതുകൂട്ടിന്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടാ. ഇനി ഡിസംബറിലാണ് നമ്മുടെ ലിയോമോന്റെ ബർത്ത്ഡേ വന്നത്. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ കുഞ്ഞു ബർത്ത്ഡേ പാർട്ടി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.